പറഞ്ഞിരിക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങൾക്കൊക്കെ മുൻപേ എന്താ പറയുക, ഉത്സവ പറമ്പിലും അമ്പലപ്പറമ്പിലും ഒക്കെ വളരെയധികം പ്രോഗ്രാംസിലൂടെ അദ്ദേഹം വന്ന് TV ഷോസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു എന്റെ നായകനായിട്ടാന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതല്ല, നായകനാവുന്നത് എന്റെ നായകനായിട്ട് പേരിനൊരു മകൻ എന്ന പടത്തിലാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഏഷ്യനെറ്റിന്റെ TV ഷോസിലൂടെ ഒക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ് ടിനി ചേട്ടൻ. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും സന്തോഷത്തില് രസത്തില് തോളിൽ കൈയിട്ട് ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഏത് പാതിരാത്രി നമുക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാതികൾക്കെല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അല്ലെ, നീന കുറുപ്പ് പറയുന്നത്, ജിഹാദി എന്ന് നീന കുറുപ്പ് പറയുന്നത് അൻസിബ ഹസൻ കേട്ടു എന്നാണ് അൻസിബ ഹസൻ പറഞ്ഞിരിക്കുന്നത്. അൻസിബ ഹസനോട് ടിനി ടോം പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടില്ല, ഈ നീന കുറുപ്പ് പറഞ്ഞത് കേട്ടു എന്നാണ് പറയുന്നത്. ഇനി അൻസിബ പറ്റി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിന്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഡേ 1, അതായത് ഫസ്റ്റ് ഈസി അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. അവിടെ അൻസിബ ഹസൻ ഇത് സ്തംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള 2 പേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, മോള് കേട്ടോ? അതില്ല, ഇന്നയാള് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു, പിറ്റേ ആഴ്ചത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഈ പറഞ്ഞ ആളിനെ കൊണ്ടുവന്നു. ആ ആള് പറഞ്ഞു എന്നോട് ഈ 2 പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഡേ ഉണ്ടായ കാര്യമാണ്. അന്ന് അൻസിബ ഹസൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ ഞാനും അൻസിബ ഹസന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അൻസിബ ഹസന്റെ കാര്യം എന്ന് വെച്ചാൽ ജോയിന്റ് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇന്ന് എവിടുന്നാണ് ഈ കമ്മിറ്റി ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പിന്നെ സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ സ്പോൺസർമാരാണോ ഞങ്ങൾക്ക് ഈ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് അമ്മ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എന്ന് പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയ അൻസിബ ഹസൻ അറിയണം എന്ന് വാശി പിടിച്ചിട്ട് അൻസിബ ഹസൻ ഫുഡ് കഴിക്കാതെ ഭയങ്കര വയലന്റ് ആയിട്ട് കരഞ്ഞ് ബാത്റൂമിന്റെ സൈഡിൽ പോയിരുന്നു, അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അന്ന് അൻസിബ ഹസനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഇത് ഈ പുറത്തിറങ്ങിയിട്ട് അൻസിബ ഹസൻ പറയുന്നത് വേറെ 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 രീതിയിലുള്ള കഥകളാണ്. ഇതൊന്നും അവിടെ നടന്നിട്ടേ ഉള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറി, പറയുന്നതിൽ തുറന്നു പറയുന്നതിൽ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ എന്താ പറയാ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവര് 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസും ആയിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. അപ്പോ ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്ത് അവിഹിത കഥകളാണ് അൻസിബ ഹസനെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. ഇത് കേരള സമൂഹം ഉറ്റുനോക്കുന്നത് എന്ന് വെച്ചാൽ വളരെ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ എന്താ പറയാ, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കാട്ടിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ പോലെയുള്ള അത്രയും മീഡിയ അറ്റൻഷൻ ഉള്ള ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇത്രയധികം മീഡിയ അറ്റൻഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളും ഉള്ള ഒരു സംഘടനയല്ല. ഇത് സിനിമയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അതായത് നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി മാത്രം ഉള്ള ഒരു സംഘടനയാണ്. പക്ഷെ ആ സംഘടനയുടെ വാർത്തകൾ ജനം ഉറ്റുനോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത്തരം ആൾക്കാർ ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ ഞങ്ങള് മറ്റേ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിയാതെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഇവര് ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് എനിക്ക് തോന്നുന്നു മെയ് 16-ാം തീയതിയോ 14-ാം തീയതി മറ്റായിരുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിനുശേഷം ഒരു മാസത്തേക്ക് എനിക്ക് വിലക്കാണ്. അത് നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അമ്മയുടെ ഓഫീസിലേക്ക് ഇപ്പൊ ഐ കെയർ ഇതൊക്കെ നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ. എനിക്ക് പോകാനായിട്ട് നിവൃത്തിയില്ല. കാരണം ഒരു മാസത്തേക്ക് നീന കുറുപ്പിനെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കു പരമേശ്വരൻ എനിക്ക് വിലക്ക് തന്നിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ഞങ്ങൾ മീഡിയയുടെ മുന്നിൽ ഞങ്ങൾ സ്പോക്ക് പേഴ്സൺസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് സംസാരിച്ചുകൂടാ. പക്ഷേ നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ ഒരു അധോലോക പ്രസ്ഥാനം പോലെയാണ് ഞങ്ങളുടെ ഓഫീസിനെ സെക്രട്ടറിയും പരിവാരങ്ങളും കൂടെ ചേർന്ന് ആക്കിയിരിക്കുന്നത്. 21 ക്യാമറകളാണ് വിത്ത് ഓഡിയോ റെക്കോർഡിംഗ്. നിങ്ങളൊക്കെ ഓരോ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? നിങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ ഇങ്ങനെയാണോ? ഞങ്ങൾക്ക് അവിടെ പോയാൽ അംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞങ്ങൾ പറയുന്നത് ഈ സെക്രട്ടറിയും എന്താ പറയാ അതുപോലെയുള്ള ആൾക്കാർ പല ഭാഗങ്ങളിൽ ഇരുന്ന് കാണുകയാണ്. പ്രസിഡന്റ് ആക്സസ് വാങ്ങിച്ചിട്ടില്ല, പ്രസിഡന്റിനെ അറിയിക്കുന്നില്ല, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നില്ല. പിന്നെ ഫസ്റ്റ് എനിക്കെതിരെ ഇവർക്ക് പ്രശ്നം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ കുക്കു പരമേശ്വരൻ എന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ സെക്രട്ടറി മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതേ ആൾക്കാർ തന്നെ ഈ മെമ്മറി കാർഡ് KPSC ലളിത ചേച്ചിയുടെ കയ്യിലാണെന്നും അത് മരിച്ചു പോയത് കൊണ്ട് ലളിതാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തരമില്ല എന്ന രീതിയിൽ മെമ്മറി കാർഡിന് കമ്മീഷനെ വെച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ അന്വേഷണ കമ്മീഷൻ ഉണ്ടാവാനായിട്ട് കാരണക്കാരി ഞാനാണ്. കാരണം ഞാൻ അന്ന് ഈ സംഭവം ഉണ്ട് എന്ന് എനിക്ക് 100% അറിയാം. ഇത് ബാബുരാജിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ സ്റ്റണ്ട് അല്ല എന്ന് 100% എനിക്കറിയാം. കാരണം അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തി ഞാനാണ്. അതുകൊണ്ട് ഫസ്റ്റ് കമ്മിറ്റിയിൽ EC-യിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ മെമ്മറി കാർഡ് ഇഷ്യൂ എന്ന് പറയുന്നത് ശ്രീമതി കുക്കു പരമേശ്വരൻ പറയുന്നത് പോലെ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് കണ്ടുപിടിക്കണം, അതിനായിട്ട് മെമ്മറി കാർഡ് കമ്മീഷനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഞാനായതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ ടാർഗറ്റഡ് ആണ്. എന്റെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ഞാനൊരു വളരെ പ്രശ്നക്കാരിയും വളരെ മോശക്കാരിയായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഒരു വരുത്തി തീർത്ത നല്ല കുട്ടി ഇമേജിലൊന്നും ഇരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ മുഖത്ത് നോക്കി എന്നും ഇനിയും പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് പറയുകയും എഴുതാനുള്ളത് വളരെ സധൈര്യം എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പക്ഷെ എനിക്ക് ഇത്രയും നാൾ സംസാരിക്കാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമ വിലക്കാരനോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് സംസാരിച്ചില്ല. പക്ഷെ ഇന്നത്തത് ഞാൻ പ്രത്യേക സ്പെഷ്യൽ റിക്വസ്റ്റ് എടുത്തിട്ടാണ്. കാരണം ഈ പോക്ക് അത്ര നല്ലതല്ല. പിന്നെ ഇവർ ആദ്യത്തെ കമ്മിറ്റിയിൽ ഒരു 2ാമത്തെ 3ാമത്തെ കമ്മിറ്റി ആകുമ്പോഴത്തേനും ഞങ്ങൾ ആരും അറിയാണ്ട് 18 മൊബൈൽ ഫോൺസ് വാങ്ങിച്ചിരുന്നു കമ്മിറ്റി അംഗങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കൊരു സാധനം തരുന്നു എങ്കിൽ അത് ഞങ്ങൾ അറിയണ്ടേ, ഇത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണോ എന്ന്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു മൊബൈൽ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ആ ഫോൺ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് തെറ്റ് എന്ന് ഞങ്ങൾ എല്ലാവരും ഉയർന്നു നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടിനി ടോമിനെതിരെ ആരോപണം വന്നിരിക്കുന്നത്. ഈ ലക്ഷ്മി പ്രിയ, ടിനി ടോം, അങ്ങനെ ഇനി അടുത്ത ടാർഗറ്റ് ആരാണ് എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാരും മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഉണ്ണി ശിവപാൽ പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബലിയാടാക്കപ്പെട്ടത് തന്നെയാണ്. ഉണ്ണി ശിവപാലിനെ നമ്മൾ പുറത്താക്കുകയോ നീക്കി നിർത്തുകയോ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാതിരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ. ഒരു മാസത്തേക്ക് ജനറൽ ബോഡി വരെ അദ്ദേഹം വരണ്ട എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിനി ടോം നീന കുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീന കുറുപ്പാണ്. നീന കുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ വോയിസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാ പൂ മാ ചാ എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീന കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീന കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. ഇതേ നീന കുറുപ്പ് തന്നെ, എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇതേ നീന കുറുപ്പ് തന്നെ ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാനും സിജോയ് വർഗീസും എല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സിജോയ് വർഗീസിനെ എന്നെയും വളരെ മോശമായിട്ട് നീന കുറുപ്പ് തെറി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കേട്ട ആളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ അൻസിബൽ ചാനലുകളിൽ പറയുന്ന പോലെ അവര് ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തൊരു കാര്യത്തിന് നമുക്ക് റെസ്പോണ്ട്
ഈ റെക്കോർഡെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് ന്യായമായി തോന്നുന്നത്? താഴെ കമൻ്റായി പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.